ഹലോ ഗൈസ്, വെൽക്കം ടു ഗസ്റ്റ് മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് ബാഡ് ബോയ്സ്. പടത്തിൻ്റെ അഭിനയിച്ചിരുന്ന റഹ്മാൻ, ആൻസൺ പോൾ, ബിബിൻ ജോർജി, സെന്തിൽ കൃഷ്ണ, ഷീലു എബ്രഹാം, ബാബു ആൻ്റണി, ടെനി ടാം, ഡ്രാക്കു ലണ്ടൻ, ശങ്കർ ശങ്കർ മീൻസ് പഴയ നടനാണ് ഉദ്ദേശിച്ചത്. പിന്നെ കൃഷ്ണപ്രസാദ്, ഭീമൻ രഘു, ഹരീശ്രീ അശോക് എന്നാണ് ഉദ്ദേശിച്ചത് പറഞ്ഞ കറുപ്പ്, സൈജ് കുറുപ്പ്, രമേഷ് പിഷാരടി, ധ്യാൻ ശ്രീനിവാസൻ, ആറാട്ടണ്ണൻ, അജിൻ ജോസ് പെരേര, പിന്നെ അശ്വൻ്റെ കാക്ക്, എന്താ പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ മൊട്ട രാജേന്ദ്രൻ, മെവി എന്നിവരാണ് പടത്തിൽ അഭിനയിക്കുന്നത്. പടം ഡയറക്റ്റ് അമർലല്ലുവാണ്. മീൻസ് ധമാക്ക, ഞാൻ ഉദ്ദേശിച്ച തെലുങ്കല്ലട, മലയാളത്തിൽ ഇറങ്ങിയ ധമാക്ക എന്നുള്ള സിനിമ. പിന്നെ ഹാപ്പി വെഡ്ഡിങ്, ചാൻസ്, ഒരു എഡാർ ലവി, അത് നല്ല നല്ല പടങ്ങളുള്ളതാണ്. പക്ഷെ എന്താണെന്നറിയില്ല, നല്ല ഒരു പടം ചെയ്ത് അത് തൊട്ട് ഇങ്ങനെ കേരളാണ്. പറയാൻ മറന്നു, ഈ പടം എങ്ങനെയുണ്ട് ചോദിച്ചാൽ എൻ്റെ പൊന്നാ, ഇത് 2024 ഇറങ്ങിയെന്ന് സംശയം. കാരണം സ്റ്റോറി വൈസ് നല്ല, പക്ഷേ ഇങ്ങനത്തെ പടം എടുക്കാൻ അറിയാത്ത ആളെ പിടിച്ചിട്ടാണ് ആളെയാണ് പ്രൊഡ്യൂസർ തൂക്കിക്കൊണ്ട് വന്നിരിക്കണേന്ന് മനസ്സിലായിട്ടുണ്ട്. അമ്മാതിരി ഊളപ്പടോടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഊളപ്പടത്തിനുള്ള ഊളപ്പടം എന്ന് ഞാൻ വിചാരിച്ചത് പാമ്പാണ്ടം എന്ന് പറയുന്നത് തമിഴ് സിനിമയും പിന്നെ മാർട്ടിനുമായിരുന്നു. ഇതിനൊട്ട് ഇതെന്നായിരിക്കണ്ടോ ബാഡ് ബോയ്സ്. അല്ല പിന്നെ പറഞ്ഞല്ലോ, നിങ്ങളൊന്ന് ഇങ്ങനത്തെ പടമൊന്നും വെറുപ്പിക്കൽ പടമൊന്നും ചെയ്യിപ്പിക്കൽ പ്ലീസ്. അയ്യോ, നല്ല സമയം തൊട്ട് ഇങ്ങനെ എയറിൽ എങ്ങനെ ഇറങ്ങിയ പടമാണ് വീണ്ടും എയറിൽ. എൻ്റെ മ്യൂസിക് ആരാന്ന് എനിക്ക് അറിഞ്ഞോട്ടെ, സോറി. സ്റ്റണ്ട് ചെയ്തത് ഫിനിക്സ് ബാബു ആണ്. മീൻസ് ദർബാൻ്റെ ഫൈറ്റ് മാസ്റ്റർ. എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റണ ഇമ്മാതിരി വൃത്തികെട്ട സ്റ്റണ്ട്. പിന്നെ പടത്തിൽ പോസിറ്റീവ്സ് പറയാനാണെങ്കിൽ പാട്ട് നൈസ് ആയിരുന്നു. പിന്നെ പിന്നെ ആരായിരുന്നു എൻ്റെ പേര്, മറന്നു ഗൈസ്. ജോർഗീസ് എന്താ ക്ലൈമാക്സ് അത്യാവശ്യം നൈസായിരുന്നു. വേറൊന്നും മാച്ച് ഫൈറ്റ് വേറൊന്നും ഇത്രയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ റീസ് വില്ലനെന്ന് പറയുന്ന ഒരു സീനുണ്ട്, അത് അത്യാവശ്യം കൊള്ളായിരുന്നു. വേറൊന്നും എനിക്ക് അത്യാവശ്യം നല്ലതായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇതിന് വലിയ കാര്യങ്ങളുണ്ട്, എന്തിനാണ് അവർ എനിക്ക് അവരുടെ മനസ്സിലായിട്ടില്ല സിനിമ കണ്ടിട്ട്. പിന്നെ രാജേന്ദ്രൻ സ്ട്രീറ്റ് ലൈറ്റ്സിനെ പോലത്തെ ഒരു വില്ലത്തരം വണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു എന്നെ തെറി പിടിപ്പിച്ച ഒരു വില്ലത്തരം ഇന്ന് അടിക്കാൻ കഴിയില്ല, ക്യാമിയാണ്. പിന്നെ അജിൻ ജോസും ശങ്കർ, മറ്റേ പഴയ മലയാള നടൻ ശങ്കർ, പിന്നെ കൃഷ്ണപ്രസാദ്, ഭീമൻ രഘു, ഇവരൊക്കെ ക്യാമിയോ ഉണ്ട്. അതെന്തിനാണ് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മനസ്സിലായിട്ടില്ല സിനിമ കണ്ടിട്ട്. എൻ്റെ പൊന്നോ. പിന്നെ ഒരു ക്യാമിയോ കൂടെ ഉണ്ട്, ബാലയുണ്ട് ക്യാമിയോ ആയിട്ട്, അവിടെ പുതിയ മുഖത്തിലെ വില്ലൻ ചേട്ടൻ. ഇങ്ങനത്തെ ഒരു പടം ചെയ്യണ്ടായിരുന്നു. പാവം അങ്ങേരി മേയറിലായി. അങ്ങനെ ഈ സിനിമയിൽ എന്താ പ്രൊഡ്യൂസറുടെ എന്താണ് അവന് ചെയ്യണത്? അങ്ങനെ പടങ്ങളുടെ പേരൊക്കെ കേൾക്കണത്
ഇതിന് മേല് ബാല പ്രൊഡ്യൂസ് ചെയ്തത് അവിടെ പേര് വേണം മട്ടൻ ബിരിയാണി. എൻ്റെ പൊന്ന അതൊക്കെ എൻ്റെ പൊന്ന തെറിയാണ്. പിന്നെ ഹരിശ്രേഷ്ഠ അങ്ങനെയൊക്കെ ഉണ്ട്. ഹരിശ്രേഷ്ഠ എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ദേവരയിലും KGF പിന്നെ എന്താണ് എൻ്റെ പേര് മറന്നു ഗൈസ്. KGF ദേവരയിലും പിന്നെ നമ്മുടെ പ്രകേശ് രാജൻ്റെ റോളില്ലേ അത് ഈ ഫ്ലാഷ് ബാക്ക് പറയണ നായകന്മാരുടെ ആ റോളാണ് ഇവിടെ ഹരിശ്രേഷ്ഠന് കൊടുത്തിരിക്കുന്നത്. അതേപോലത്തെ റോളാണ്. എന്തിനു കൊടുത്താന്ന് എനിക്ക് ഇതായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ ഇത് കേട്ടോണ്ടിരിക്കാൻ കഴിഞ്ഞ കുറപ്പ് ഇങ്ങനെ ഇരിപ്പുണ്ട്. അങ്ങേരി വീർപ്പിക്കൽ റോമാൻസ്. പിന്നെ പിന്നെ വേറൊരു സീനുണ്ട് കേട്ടോ. എനിക്കത് എൻ്റെ പൊന്നോ അത് തെറുണിപ്പിക്കുന്നതിൻ്റെ റൊമാൻസാണ്. ഒന്നും ഇല്ലടി നമ്മുടെ അങ്ങേരുടെ രമേശ് പിഷാരടിയുണ്ട് സിനിമയിൽ. അങ്ങേരുടെ പണി എന്താന്ന് ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ അങ്ങേര് ജഡ്ഡി കച്ചാണോ. ജഡ്ഡിയുടെ പേര് റോക്കി ജഡ്ഡി. ഏതാനാണ് ഇതിനൊക്കെ ഈ അമലിനൊരു പ്രത്യേകതയുണ്ട്. മീൻസ് ഞാൻ ഈ നല്ല സമയം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത സിനിമയാണ്. മീൻസ് അങ്ങേരുടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല സിനിമയോടാണ് ഇങ്ങനെ എയറിലായത്. അപ്പോൾ അതിലും ഇതേപോലെ കുറച്ച് ജനങ്ങളുണ്ട്. ഏതെങ്കിലും നല്ലൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അതിനെടുത്തിട്ട് കുളമാക്കി കളിക്കും. മീൻസ് നല്ല നല്ല പടങ്ങൾ എന്നുള്ളത്. അതേപോലെ ഇതിൽ ഒരുപാട് സംഭവം കൊടുത്തു കയറ്റി വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഒരേ ആവശ്യമില്ല. അതങ്ങനത്തെ ഒരു ഇത് എന്നടാ പണി വെച്ചെടുക്ക എന്നാണ് പറയാൻ തോന്നിയത്. പിന്നെ ആദ്യം തൊട്ട് അവസാനം ഞാൻ പിന്നെ പറഞ്ഞില്ല പോസിറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാൻ. പാട്ടൊക്കെ നൈസായിരുന്നു. പിന്നെ ജോർഗീസ് വില്ലനെന്ന് പറയണ സീൻ അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് ഉള്ളായിരുന്നു. പിന്നെ വേറെ ഒന്നുമില്ലടേ. വേറെ പോസിറ്റീവ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ പറയാൻ മറന്നുണ്ട് പ്രൊഡ്യൂസർ ഞാൻ ഒന്നുകൂടി പറയാണ്. പ്രൊഡ്യൂസർ അബ്രാമാറ്റിയാണ്. അങ്ങേരെ ഒരു അടി ചെയ്ത പടങ്ങളിൽ എനിക്ക് ആകെ 2 പടം ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഒന്ന് മമ്മൂട്ടി അഭിനയിച്ച പുതിയ നിയമം എന്ന സിനിമയും പിന്നെ മറ്റേ മണിയമ്പിള്ളൻ രാജുവിൻ്റെ അമ്മാനിലൂടെ നിരഞ്ജൻ അവൻ മറ്റേ അഭിനയിച്ചൊരു സിനിമയുണ്ട്. മറ്റേ ധർമ്മജമൂലകളുടെ എന്താണ് എൻ്റെ പേര് സകലകലാശാല. ഇത് 2 മാത്രമാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാം കൂടെ തരുവാണത് വേറെ പറ്റി. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ആ ഉളപ്പടങ്ങളിൽ ഇതും കൂടി ചേർക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അവസാനിപ്പിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാം. പിന്നെ ബീജിയം ഈ ബീജിയം ചെയ്തവനെ എൻ്റെ കയ്യിൽ വല്ലതും കിട്ടിയ ചവിട്ടി കിട്ടും. അമ്മാതിരി ഒരു ഓളം ബീജിയം. ഇതൊരു ടോർച്ചറാണ് ആ ബീജിയങ്ങൾ എത്തിച്ചിരുന്നത്. പിന്നെ റെഫറൻസ് ഉണ്ട്. അതിനൊക്കെ പറഞ്ഞാൽ ഞാൻ വല്ല തെറി പിടിക്കുന്നത് വേറെ പറ്റി. എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളടേ. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓളെന്ന് പറയുന്ന ആവശ്യമുണ്ട്. അതൊന്ന് അമ്മത്തെ സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ വസ്കസ്.